അസ്സലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് തേൻമിഠായി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടല്ലേ ഈ തേൻമിഠായി. അന്നൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ തേൻമിഠായിക്ക്. അപ്പോൾ സംസാരിച്ച് സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ തേൻമിഠായി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം ഞാൻ എന്നും പറയണ പോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ദാ തേൻമിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് ഇത് നല്ലതുപോലെ എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒഴിച്ചെടുക്കുന്നത് ഒരു ഇളം ചൂടുള്ള വെള്ളം കേട്ടോ. ഒരു ചെറിയ ചൂട് മതി കേട്ടോ. അപ്പോൾ വെള്ളം കൂടി പോകണ്ട കേട്ടോ. ഇതിൽ നമുക്ക് മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം പോരാ തോന്നുകയാണെങ്കിൽ അപ്പോൾ ഒഴിച്ചെടുത്താൽ മതി. ഇനി ചൂടുവെള്ളം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, സാധാ വെള്ളം എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ഓറഞ്ച് റെഡ് കളറാട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെ തേൻമിഠായിൻ്റെ അതേ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ കളറൊക്കെ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ 240 ml കപ്പ് ഉണ്ടല്ലോ, അതിന് 2 കപ്പ് മൈദ കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ എന്നിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിനി സ്പൂൺ മാറ്റിയിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ സമയത്ത് വെള്ളം പോരാ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ എന്നിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ള വെള്ളം കറക്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിലേക്ക് എനിക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായി വന്നിട്ടില്ല. നമ്മൾ ആ മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ, അതിന് 1/2 കപ്പ് വെള്ളമാട്ടോ ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്നൊരു കുഴച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്നൊരു കുഴച്ചെടുക്കാനുണ്ട്. നല്ല സോഫ്റ്റ് ആണ് ഇതുവരെയായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഓയിലെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ ബോളിൻ്റെ ഉൾഭാഗത്തായിട്ടും കുറച്ച് തേച്ച് കൊടുക്കട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ ഈ മാവ് എടുക്കാൻ പറ്റും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഇത് 3 മണിക്കൂർ കൊണ്ട് നല്ലതുപോലെ പൊങ്ങി വരും കേട്ടോ. നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ ഇത് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേൻമിഠായി ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പഞ്ചസാര പാനിന്ന് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് 240 ml കപ്പിന് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര എടുത്തിട്ടുള്ള അതേ കപ്പിന് 1 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ അതാ പഞ്ചസാര പാനി ഉണ്ടാക്കാനായിട്ട് ഇത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ അതായത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള അതേ കളർ തന്നെയാട്ടോ ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്ന ആ കളറിൻ്റെ ആ പൊടിയില്ല അതാട്ടത്. അപ്പോൾ ആ ബോട്ടിലിൻ്റെ പുറത്ത് ഓറഞ്ച് റെഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ. തിളച്ചത് നല്ലതുപോലെ കുറുകി വരും. അപ്പോൾ അതാ നമ്മളെ പഞ്ചസാര നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടായിരിക്കും കേട്ടോ, കൈ പൊള്ളാതെ നോക്കുക. അപ്പോൾ നമ്മളിത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് നോക്കുമ്പോൾ ഒരൊറ്റ നൂൽപ്പരുവായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒട്ടണ പരുവായി കിട്ടിയാൽ മതി. ഓവറായ പിന്നെ നമ്മളെ പഞ്ചസാര പാനി കട്ടിയായി പോവും. അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ചിട്ടുള്ള മാവ് എന്തായി നോക്കിയാലോ. അപ്പോൾ അതാ നമ്മൾ മാവ് പൊങ്ങാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ആ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒന്നും കൂടെ ഇട്ട് കുഴച്ചെടുക്കുകയാണ്. ഇനി നമ്മളിത് 1/2 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ഒരു ചപ്പാത്തിക്കല്ലിൽ വെച്ചിട്ടാട്ടോ ഞാനിത് പരത്തിയെടുക്കണത്. അപ്പോൾ ഇതുപോലെ മാവെന്ന് കുറച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒരു ബോളാക്കിയിട്ടിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഉരുള തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. നമുക്കിത് 1/2 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ചപ്പാത്തിക്കല്ലിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കനത്തിലൊന്നിട്ട് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇത് മാവ് കൂട്ടിയേക്കുന്ന സമയത്ത് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചിലരൊക്കെ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്തുള്ളൂ കേട്ടോ നടക്കുകയുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ തേൻമിഠായിൽ നെയ്യും ചേർത്തിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കടക്കാർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു നോസിൽ വെച്ചിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതുപോലെ നോസിലില്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ പരത്തിയിട്ടുള്ള മാവ് കുറച്ച് കട്ടി കുറവായി പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുറവായി പോയിട്ടുള്ളൂ. സാരല്ല. ഇനി നമ്മൾ അടുത്തത് പരത്തുന്നത് കുറച്ച് കട്ടിയിൽ പരത്തിയെടുത്താൽ മതി. നല്ല ഈസി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്നായി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള മാവ് കളയൊന്നും വേണ്ട കേട്ടോ. ഇത് ഒന്നുകൂടെ നമുക്ക് കുഴച്ചിട്ട് ഇതേപോലെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിത് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് നല്ലതുപോലെ പൊടിയാക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇപ്പോൾ ഇത് പാത്രത്തിൽ ചിലതൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മുകളിലായിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മൾ 1/2 ഇഞ്ച് കനത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കട്ടോ. ആദ്യത്തത് കുറച്ച് കട്ടി കുറവാണ്. ഇത് നമ്മൾ രണ്ടാമത് പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാട്ടോ. അപ്പോൾ അതാ രണ്ടാമത് പരത്തിയിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ദാ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കിത് അധിക സമയമൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തേൻ മിഠായി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം. ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ സൗണ്ടൊക്കെ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര പാനില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ ഈ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ പഞ്ചസാര പാനി ചെറുതായിട്ടൊന്ന് ചൂട് വേണം കേട്ടോ, ചെറിയൊരു ചൂട് വേണം. ഇനി ഇത് നല്ലതുപോലെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ രണ്ടാമതും ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 15 മിനിറ്റ് ആ പഞ്ചസാര പാനിയിൽ അത് കിടക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ പരത്തിയിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. എന്തെങ്കിലും ഒരു വെയിറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുകയാണെങ്കിൽ ആ പഞ്ചസാര പാനിയിൽ ആ തേൻ മിഠായി മുഴുവനായിട്ട് മുങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് മുങ്ങി നിൽക്കാനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുന്ന ഒരു കുട പോലുള്ള ഒരു സംഗതി ഉണ്ട് കേട്ടോ. നമ്മളെ കയ്യിൽ അതൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇത് സെയിൽ ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്നവരുടെ കയ്യിൽ അതൊക്കെ ഉണ്ടാവും. ആ പഞ്ചസാര പാനിയിൽ നമ്മൾ തേൻ മിഠായിയൊക്കെ നല്ലതുപോലെ മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിൽ വെള്ളം നിറച്ചിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ലതുപോലെ അമർന്ന് നിൽക്കും. അപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തേൻ മിഠായി നല്ലതുപോലെ പഞ്ചസാര പാനിയൊക്കെ കുടിച്ചിട്ട് കിടക്കുകയാണ്. തേൻ മിഠായിലൊക്കെ നല്ലതുപോലെ പഞ്ചസാര പാനി പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തേൻ മിഠായി മുഴുവനായിട്ടും ഈ പഞ്ചസാര പാനിയിൽ നിന്ന് കോരിയെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അത് മുഴുവനായിട്ടും കോരിയെടുക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് തേൻ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മാവ് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, ഈ പഞ്ചസാര പാനിക്ക്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ തേൻ മിഠായി നല്ലതുപോലെ തേനൊക്കെ കുടിച്ചിട്ട് കിടക്കുകയാണ്. കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേൻ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കിയിട്ട് ഇന്ന് കഴിക്കരുത് കേട്ടോ, നാളെ കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ആ തേൻ മിഠായി മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കാനാട്ടോ ടേസ്റ്റ്, പക്ഷേ പിറ്റേ ദിവസം എത്തണമൊന്നും കിട്ടിയില്ല കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ നമ്മളെ കുട്ടീസ് ഇത് മുഴുവനും കഴിച്ച് തീർത്തിട്ടോ. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അത് മുഴുവനും തീർത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറിയ മോളെ ഫ്രണ്ടിനും കൊണ്ടുപോയി കൊടുത്തിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തേൻ മിഠായിൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേറെ ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പഞ്ചസാര പാനിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിലിട്ടിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തുള്ള പഞ്ചസാര പാനിയൊക്കെ നല്ലതുപോലെ ഡ്രൈ ആവും. അപ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.